सभी को नमस्कार. നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ഇക്കായിലെ ആദ്യത്തെ പാഠം ഡോക്ടർ കെ നാം മസ്ദൂർ ക പത്ര എന്ന കവിതയാണ് ചർച്ച ചെയ്യുന്നത്. ഈ കവിത എഴുതിയത് ബർത്തോൾഡ് ബ്രെക്റ്റ് എന്ന് പറയുന്ന ജർമ്മൻ കവിയാണ്. അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിലും അതുപോലെ തന്നെ ചൈനീസ് സാഹിത്യത്തിലുമൊക്കെ പ്രശസ്തനാണ്. അതുപോലെ തന്നെ കവിതകൾ, നാടകങ്ങൾ, നിബന്ധ തുടങ്ങിയ എല്ലാ മേഖലകളിലും അദ്ദേഹം തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇത് ഒരു സാധാരണക്കാരനായ തൊഴിലാളികളുടെ അവസ്ഥ, അവരുടെ പരിതാപകരമായ സാഹചര്യം, ആരോഗ്യ അവസ്ഥ, അവരുടെ രോഗകാരണം, ഇതൊക്കെ പ്രതിഫലിപ്പിക്കുന്ന, കാണിക്കുന്ന, വ്യക്തമാക്കുന്ന ഒരു കവിതയാണ്. അപ്പോൾ ഇതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഡോക്ടർക്ക് ഒരു കത്ത് എഴുതുന്ന രീതിയിലാണ് ഈ കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ആശുപത്രികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്നാൽ ഒട്ടേറെ നമുക്ക് പരിശോധനാ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒട്ടേറെ പൈസ ചെലവാകുന്ന ഒരവസ്ഥയാണ്. സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ആശുപത്രിയിൽ ചെന്ന് അതിൻ്റെ ചെലവ് താങ്ങാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്. ഡോക്ടർമാരുടെ ഫീസ് വളരെയധികമാണ്. അപ്പോൾ ആളുകളെ യാഥാർത്ഥ്യ അവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ പലപ്പോഴും സാധാരണക്കാരായ ആളുകളെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ ഇന്നത്തെ ആശുപത്രികളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ വെളിച്ചം വീശുന്ന ഒരു കവിതയാണ് ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന കവിത. അപ്പോൾ ആ കവിതയുടെ ആദ്യ ഭാഗം ഞാൻ വായിക്കുകയാണ്. ഹമേ മാലൂം ഹേ अपनी बीमारी का कारण, वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं. जब बीमार पड़ते हैं तो बताया जाता है सिर्फ तुम ही डॉक्टर हमें बचा सकते हो. जनता के पैसे से बने बड़े बड़े मेडिकल कॉलेजों में खूब सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाई है तुमने. तब तो तुम हमें अवश्य अच्छा कर सकोगे. क्या सचमुच तुम हमें स्वस्थ कर सकते हो? तुम्हारे पास आते हैं जब बदन पर बचे चिथड़े खींचकर, कान लगाकर सुनते हो तुम हमारे नंगे जिस्मों की आवाज, खोजते हो कारण शरीर के भीतर पर. अगर एक नजर शरीर के चित्रों पर डालो तो वे शायद तुम्हें ज्यादा बता सकेंगे क्यों खिस फिट जाते हैं हमारे शरीर और कपड़े. बस एक ही कारण है दोनों का, वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं. तुम कहते हो कंधे का दर्द टीसता है, नमी और सीलन की वजह से. डॉक्टर तुम ही बताओ यह सीलन कहाँ से आई. बहुत ज्यादा काम और बहुत कम भोजन ने दुबला कर दिया है हमें, नुस्खे पर लिखते हो और वजन बढ़ाओ, यह तो वैसा ही है. दलदली घास से कहो कि वह खुश रहे. डॉक्टर तुम्हारे पास कितना वक्त है? हम जैसों के लिए क्या हमें मालूम नहीं तुम्हारे घर के एक कालीन की कीमत 5,000 मरीजों से मिली फीस के बराबर के. बेशक तुम कहोगे इसमें तुम्हारा कोई दोष नहीं. हमारे घर की दीवार पर छाई सीलन भी
यही कहानी दोहराती है। हमें मालूम है अपनी बीमारी का कारण। वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं, वह है ഗരീബി. കവിതയുടെ വ്യാഖ്യയിലേക്ക് പോകാം. മലയാള വ്യാഖ്യയിലേക്ക്. ഹമേ മാലൂം ഹേ അപ്നി ബീമാരി കാ കാരണം. ഞങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ രോഗത്തിന്റെ കാരണം എന്താണെന്നറിയാം. വഹ് ഏക് ഛോട്ടാ സാ ശബ്ദ് ഹേ. ആ കാരണം ഒരു ചെറിയ വാക്കാണ്, ഒരു ചെറിയ ശബ്ദമാണ് അതിന്റെ യഥാർത്ഥ കാരണം. ജിസെ സബ് ജാൻതേ ഹേ പർ കഹത്താ കോയി നഹി. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും അത് പറയുന്നില്ല യഥാർത്ഥ കാരണം. ജബ് ബീമാർ പഡ്തേ ഹേ തോ ബതായ ജാതാ ഹേ സിർഫ് തുമേ ഡോക്ടർ ഹമേ ബചാ സക്തേ ഹോ. രോഗം വരുമ്പോൾ എല്ലാവരും പറയുന്നത് ഡോക്ടർക്കാണ് നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നാണ് എല്ലാവരും പറയുന്നത്. जनता के पैसे से बने बड़े बड़े मेडिकल कॉलेजों में खूब सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाई है तुमने. ജനതകളുടെ പൈസ ഉപയോഗിച്ച് അല്ലെ ജനങ്ങളുടെ പൈസ ഉപയോഗിച്ച് പണിയപ്പെട്ട വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ ധാരാളം പൈസ ചെലവഴിച്ച് 10 വർഷത്തോളം ഡോക്ടറെ MBBS അല്ലെങ്കിൽ അതിൻ്റെ ആ പഠനം അധ്യയനം നടത്തി ആണ് ഈ ഡോക്ടറാകുന്നത്. തബ് തോ തും ഹമേ അവശ്യ അച്ഛാ കർ സകോഗി. അതുകൊണ്ട് നിനക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ സുഖപ്പെടുത്താനായിട്ട് അല്ലെ രക്ഷിക്കാനായിട്ട് രോഗം ഭേദമാക്കാനായിട്ട് സാധിക്കും. ക്യാ സച്ച്മുച്ച് തും ഹമേ സ്വസ്ഥ കർ സക്തേ ഹോ. നിങ്ങൾക്ക് ശരിക്കും ഞങ്ങളെ ആരോഗ്യവാന്മാരാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ എന്ന്. तुम्हारे पास आते हैं जब बदन पर बचे चितड़े खींचकर कान लगाकर सुनते हो तुम. അപ്പോ തുമാരെ പാസ് ആത്തേ ഹെ ജബ്, നിന്റെ അടുത്ത് വരുമ്പോൾ, അതായത് ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യും? ബദൻ പർ ബച്ചെ ചിതടേ ഖീഞ്ച്കർ, ശരീരത്തിൽ അവശേഷിച്ചിരിക്കുന്ന ചിതടേ, കീറിപ്പറഞ്ഞ തുണി മാറ്റി, ഉടുപ്പൊക്കെ മാറ്റിയിട്ട് ഡോക്ടർ എന്ത് ചെയ്യും? കാൻ ലഗാക്കർ സുനത്തെ ഹെ, ചെവി വെച്ച് നോക്കും, അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് നമ്മുടെ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ പുറവും ശരീരമൊക്കെ ഷർട്ടൊക്കെ ഊരിച്ച് ഡോക്ടർ പരിശോധിച്ച് നോക്കും അല്ലേ. അതാണ് ഹമാരെ നംഗെ ജിസ്മോ കി ആവാസ്, ഞങ്ങളുടെ നഗ്ന ശരീരത്തിന്റെ ശബ്ദം, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നൊക്കെ അദ്ദേഹം അതിന്റെ ശബ്ദം കേട്ട് മനസ്സിലാക്കുകയാണ്. കോസ്തോ കാരൺ ശരീർ കെ ഭീതർ, നമ്മുടെ അസുഖത്തിന്റെ കാരണം എന്താണെന്ന് ശരീരത്തിന്റെ ഉള്ളിൽ പരിശോധിക്കുകയാണ് ഡോക്ടർ ചെയ്യുക. पर अगर एक नजर शरीर की छिद्रों पर डालो, പക്ഷേ ഡോക്ടർ അതിന്റെ ദൃഷ്ടി ഈ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന ആ കീറ തുണിയിലേക്ക് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, നോക്കിയാല് എന്ത് ചെയ്യാം? തോ വേശായത് തുമേ ജ്യാദാ ബതാ സക്തി. അത് ഒട്ടേറെ കാര്യങ്ങൾ ഈ ശരീരത്തിനുള്ളിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന അറിവിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ, യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് ആ കീറിയ വസ്ത്രങ്ങളിലേക്ക് നോക്കിയാൽ ഡോക്ടർക്ക് മനസ്സിലാവും. ക്യോ ഖിസ് പിഡ് ജാത്ത ഹെ, എന്തുകൊണ്ടാണ് ഈ ശരീരത്തിനുള്ളിലെ അവയവങ്ങളൊക്കെ തേഞ്ഞ് തീർന്നു പോകുന്നത്, അതെല്ലാം രോഗാതുരമായി മാറുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാരണം ഈ കീറ തുണിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഹമാരെ ശരീർ ഓർ കപ്പടെ, ഞങ്ങളുടെ ശരീരവും തുണിയും രണ്ടും കീറിപ്പറഞ്ഞിരിക്കുകയാണ്. അതായത് കഠിനാധ്വാനം ചെയ്ത് അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ കീറിപ്പറഞ്ഞ അവസ്ഥയിലാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗാതുരമായിരിക്കുകയാണ്. ബസ് ഏക് ഹി കാരൺ ഹേ ദോനോ കാ വഹ് ഏക് ഛോട്ടാ സാ ശബ്ദ്. രണ്ടിന്റെയും കാരണം, അതായത് വസ്ത്രം കീറിപ്പറഞ്ഞിരിക്കുന്നതിന്റെയും അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾ നാശത്തിന്റെ വക്കിൽ അല്ലെ കീറിപ്പറഞ്ഞിരിക്കുന്നതിന്റെയും കാരണം ഒന്ന് തന്നെയാണ്. അതിന്റെ കാരണം വഹ് ഏക് ഛോട്ടാ സാ ശബ്ദ്, ഒരു ചെറിയ വാക്കാണ് അതിന്റെ ആ കാരണം. ജിസെ സബ് ജാൻതേ ഹേ പർ കഹത്താ കോയി നഹി, അതെല്ലാവർക്കും അറിയാം, പക്ഷെ ആരും അത് പറയുന്നില്ല. തും കഹത്തെ ഹോ കന്ധേ കാ ദർദ് ടീസ്താ ഹെ. ഡോക്ടർ പറയുകയാണ് കന്ധേ കാ ദർദ് ടീസ്താ ഹെ. അപ്പോ ഈ തോളിന്റെ വേദന അതിങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. നമി ഓർ സീലൻ കി വജേസി, അതിന്റെ യഥാർത്ഥ കാരണം നനവും
അതുപോലെ തണുപ്പും ഒക്കെ അടിച്ചിട്ടാണ് ഈ തോളിനും ഒക്കെ വേദന വരുന്നതെന്നാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ തുമ്മി ബതാവോ വഹ സീലൻ കഹാസയായി, എന്തുകൊണ്ടാണ്, എവിടെ നിന്നാണ് ഈ നനവും തണുപ്പും ഒക്കെ വരുന്നത് എന്ന് ഡോക്ടർക്കറിയാവോ? കാരണം എന്താണ്, അവരുടെ ദാരിദ്ര്യമായ അവസ്ഥ, അവരുടെ വീട് വളരെ ശോചനീയമായ വീടാവാം ഒരുപക്ഷെ. അപ്പോൾ അവിടെ നനഞ്ഞൊലിക്കുന്ന വീടാകാം അവരുടേത്, അവർക്ക് വേറെ മാർഗങ്ങളില്ല. അപ്പം അതേപ്പറ്റിയൊന്നും ഡോക്ടർ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ബഹുത് ജ്യാദ കാം ഓർ ബഹുത് കം ഭോജനെ. അപ്പോൾ യഥാർത്ഥ കാരണം എന്താണ്? ബഹുത് ജ്യാദ കാം, അവരുടെ ജോലി വളരെ ഭാരിച്ച ജോലി, കഠിനാധ്വാനം. ഓർ ബഹുത് കം ഭോജൻ, അവർക്ക് കിട്ടുന്ന ഭക്ഷണം, അവർക്ക് ലഭ്യമായുള്ള ഭക്ഷണം വളരെ കുറച്ചു. ദുബല കർ ദിയാ ഹെ ഹമേ നുസ്കെ പർ ലിഖ്തെ ഹോ, അതാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ ദുബല എന്ന് വെച്ച് കഴിഞ്ഞാൽ മെലിഞ്ഞുണങ്ങി ഉള്ള അവസ്ഥ, ക്ഷീണിച്ച അവസ്ഥയിലേക്കാക്കി മാറ്റിയിരിക്കുന്നത്. യഥാർത്ഥ കാരണം അതാണ്, ദാരിദ്ര്യമാണ്. നുസ്കെ പർ ലിഖ്തെ ഹോ, അപ്പൊ ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ എന്ത് ചെയ്യും? കുറിപ്പ്, നുസ്ക എന്ന് വെച്ചാൽ കുറിപ്പാണ്. അദ്ദേഹം മരുന്നുകൾ കുറിപ്പിൽ ഇങ്ങനെ എഴുതും, ഇംഗ്ലീഷിൽ എഴുതും, മരുന്നിന്റെ പേരുകളൊക്കെ എഴുതും. ഓർ വസൻ ബടാവോ യഹ് തോ വൈസാ ഹി ഹേ, ഡോക്ടർ പറയും രക്തത്തിന്റെ കുറവുണ്ട്, ക്ഷീണമുണ്ട്, അതുകൊണ്ട് നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കണം, വിറ്റാമിനുള്ള പച്ചക്കറികളൊക്കെ കഴിക്കണം, അങ്ങനെ ശരീരഭാരം കൂട്ടണം എന്നൊക്കെ പറയും. അതാണ് ഓർ വസൻ ബടാവോ, ഭാരം, ശരീരത്തിന്റെ ഭാരം വർദ്ധിപ്പിക്കണം. യഹത്തോ വൈസാഹി ഹേ, അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ കാരണം. ദൽദലി ഘാസ് കഹോ കി വഹ് ഖുശ്ക് രഹേ, അപ്പൊ അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഭാരം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ദൽദലി ഘാസ് കഹോ കി വഹ് ഖുശ്ക് രഹേ, അതിൽ ചെളിയിൽ നിൽക്കുന്ന പുല്ലിനോട് പറയുക നീ ഉണങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും അവസ്ഥ? അതുപോലെയാണ് നമ്മളോട് ഈ ദരിദ്രരായ രോഗികളോട് ഡോക്ടർ പറയുകയാണ് നല്ല ഭക്ഷണവും പോഷകാഹാരങ്ങളൊക്കെ കഴിച്ച് നല്ല ആരോഗ്യവാന്മാരാകണം എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ്? ചെളിയിൽ നിൽക്കുന്ന പുല്ലിനോട് ഉണങ്ങണം എന്ന് പറയും. ചെളിയിൽ നിൽക്കുന്ന പുല്ല് എപ്പോഴും തളർത്തുകൊണ്ടിരിക്കും, അതിനോട് ഉണങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? അതുപോലെയാണെന്നാണ്. ഡോക്ടർ തുമാരെ പാസ് കിത്തന വക്ത് ഹേ ഹം ജയ്സോ കെ ലിയെ, ഞങ്ങളെ പോലെയുള്ളവർക്ക് വേണ്ടി എന്തോരം സമയമാണ്, എന്തുമാത്രം സമയം ഉണ്ട് അങ്ങേക്ക് ചെലവഴിക്കാനായിട്ട്. ക്യാ ഹമേ മാലൂം നഹി തുമാരെ ഘർ കെ കാലീൻ की कीमत 5000 മരീസോं से मिली ഫീസ് के बराबर है. അപ്പോൾ ഡോക്ടർ ഒരു ദിവസം പരമാവധി എത്ര രോഗികളെ നോക്കാമെന്നാണ് അവർ. അപ്പോൾ അവരോട് വേഗം അവർ പറഞ്ഞു, അവർക്ക് സമയം വളരെ പെട്ടെന്ന് വിടും. എന്താണ്, അപ്പോൾ അങ്ങനെ കൂടുതൽ രോഗികളെ കണ്ടാലേ കൂടുതൽ ഫീസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർ അധികം സമയം ചെലവഴിക്കാതെ, അതായത് പൈസയ്ക്ക് അത്യാഗ്രഹമുള്ള ഡോക്ടർമാർ അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ക്യാ ഹമേ മാലൂം നഹി തുമാരെ ഘർ കെ ഏക് കാലീൻ കി കീമത്ത്, ഞങ്ങൾക്കറിയില്ല നിന്റെ വീടിലെ ഒരു ഡോക്ടറിന്റെ വീട് ഒക്കെ എങ്ങനെയായിരിക്കും, വലിയ വീടൊക്കെയാണ്, എങ്ങനെയാണ് അത് ഈ പാവപ്പെട്ട ആളുകളുടെ ഫീസ് മേടിച്ച് ഉണ്ടാക്കുന്ന പൈസയാണ്. അപ്പോൾ അത് തുമാരെ കാലീൻ കി കീമത്ത്, തുമാരെ ഘർ കി കാലീൻ കി കീമത്ത്, നിന്റെ വീടിന്റെ ഒരു കാർപ്പറ്റിന്റെ വില എന്ന് പറയുന്നത് എന്താണ്? 5000 മരീസോ സെ മിലി ഫീസ് കെ ബരാബർ ഹെ, 5000 രോഗികളെ ഫീസിന്, അല്ലെങ്കിൽ ഡോക്ടറെ കാണുമ്പോൾ ലഭിക്കുന്ന ഫീസിന് തുല്യമായ വിലയുള്ള പരവതാനിയാണ് ഡോക്ടറുടെ വീട്ടിൽ ഒരുപക്ഷെ വിധിച്ചിട്ടിരിക്കുന്നത്. ബേശക് തും കഹോഗെ ഇസ്മേ തുമാരാ കോയി ദോഷ് നഹി, തീർച്ചയായും നീ പറയും അതിൽ എന്റെ ദോഷമൊന്നുമില്ല, എനിക്കതിൽ എന്റെ തെറ്റൊന്നും പറയാനില്ല, ഞാൻ എന്റെ ജോലിയെടുത്ത് സമ്പാദിച്ചുണ്ടാക്കുന്ന പൈസയാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കും എന്ന്, അതിൽ ദോഷമൊന്നും ഇല്ല എന്ന് തന്നെ നീ പറയും. ഹമാരെ ഘർ കി ദീവാർ പർ ഛായി സീലൻ പി യഹി കഹാനി ദോഹരാത്തി ഹെ. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഇങ്ങനെ കാർപ്പറ്റും പരവതാനിയും ഒക്കെ വിരിക്കുമ്പോഴും അതേ കാരണം കൊണ്ട് തന്നെയാണ്, ഈ ഫീസ് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്? ഹമാരി ഘർ കി ദീവാർ പർ, ഞങ്ങളുടെ വീടിന്റെ ചുവരുകള്, ഛായി സീലൻ പി, അതും ഇങ്ങനെ നനവുകൾ അല്ലെങ്കിൽ നനഞ്ഞൊലിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നതിനും കാരണം ഇതേ ഫീസ് തന്നെയാണ്. യഹി കഹാനി ദോഹര, ഇതേ കഥ തന്നെയാണ് അതിന്റെയും കാരണം. അപ്പോൾ ഡോക്ടറുടെ വീട്ടിൽ പരവതാനി വിരിക്കാനുള്ള കാരണവും ഇവിടെ ചോരുന്നതിന്റെ കാരണവും ഒന്നാണ് എന്നാണ് പറയുന്നത്. ഹമേ മാലൂം ഹേ അപ്നി ബിമാരി കാ കാരൺ, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രോഗത്തിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. വഹയ്ക്ക് ചോട്ടാസ ശബ്ദ ഹെ, അതൊരു ചെറിയ ശബ്ദമാണ്, ചെറിയൊരു വാക്കാണ്. ജിസെ സബ് ജാനത്തെ ഹെ, അതിനെ എല്ലാവർക്കും അറിയാം. പർ കഹ്താ കൊയ് നഹി, പക്ഷെ ആരും അത് പറയുന്നില്ല. എന്താണത്? വഹ് ഹെ ഗരീബി, യഥാർത്ഥ കാരണം എന്താണ്?
ഗരീബിയാണ്. ഗരീബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം, അതാണ്. അപ്പോൾ ഗരീബിയാണ് ഒരു രാജ്യത്തിൻ്റെ അല്ലെ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആവശ്യം, അല്ലെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ് പ്രാഥമികമായ ആവശ്യം എന്നുള്ളത്. അത് കഴിഞ്ഞാൽ മറ്റെന്തുള്ളൂ, വിശപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഒരു മനുഷ്യൻ നല്ല ജീവികൾക്കെല്ലാം, ജീവനുള്ള വസ്തുക്കൾക്കെല്ലാം എന്താണ്, ആഹാരമാണ് പ്രഥമമായിട്ടുള്ള ആവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തൊക്കെ എന്താണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പ്രഥമ പരിഗണന നടത്തുക എന്താണ്, ഗരീബി ഘട്ടാവോ എന്നാണ്, അല്ലെ, ദാരിദ്ര്യമില്ലാതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് റേഷൻ കടകളിലൂടെയൊക്കെ സൗജന്യമായിട്ട് ഭക്ഷ്യ വസ്തുക്കളൊക്കെ കൊടുക്കുന്നു, കിറ്റ് തരുന്നു. അതൊക്കെ ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ. അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്, ദാരിദ്ര്യം എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഭീകരമായ അവസ്ഥ. മറ്റ് എല്ലാ അവസ്ഥയേക്കാളും ഭീകരമായ ഒരവസ്ഥയാണ് ദാരിദ്ര്യം എന്നുള്ളത്. അതാണ് നമ്മുടെ ജീവനെ നിലനിർത്തണമെങ്കിൽ നമുക്ക് ഭക്ഷണം വേണം. അപ്പം അതാണ്. അപ്പം അതുപോലും ഇല്ലാത്ത ആളുകൾ ധാരാളം നമ്മുടെ ഈ ലോകത്തിലുണ്ട്. അതിനായി കഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെയുള്ള കഷ്ടപ്പെടുന്നവരെ ചൂഷണം ചെയ്യുന്ന ആളുകൾ, എല്ലാ ഡോക്ടർമാരുടെയും കാര്യമല്ല, നല്ല രീതിയിൽ ചെയ്യുന്ന ധാരാളം ഡോക്ടർമാർ ഉണ്ട്. മനുഷ്യന്മാരെ സേവനം ആയി തന്നെ തൻ്റെ പ്രൊഫഷനെ കണ്ട് അവരുടെ ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന നല്ല ഡോക്ടർമാർ ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയും ഇതുപോലെ ജനങ്ങളെ ചൂഷണം ചെയ്ത് ഇന്ന് സ്വന്തം കീശ വീർപ്പിച്ച് അല്ലെ വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള വീടുകൾ പണിയുന്ന ഡോക്ടർമാരും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡോക്ടർമാരെയാണ് ഇവിടെ നമ്മുടെ ഈ കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യാഖ്യ. ഈ വ്യാഖ്യ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി കാണും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.